ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൂരി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഴക്കൊന്നും വേണ്ട, മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ആദ്യം തൈരില്ലേ, തൈര് എടുത്തിട്ട് അതിൽ കുറച്ച് ഒരു അര കപ്പ് തൈര് എടുക്കുക. അതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 1.5 കപ്പ് മൈദ ഇല്ലേ, അതെടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് റവ ഇല്ലേ, റവ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ, അത് ഇട്ടെടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. പിന്നെ സോഡപ്പൊടി ഇല്ലേ, അത് വേണം കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരു അര കപ്പ് വെള്ളം. പിന്നെ ഇതിലേക്ക് തൈരില്ലേ, അത് പഞ്ചസാര കൂടി എടുത്ത് വെച്ചില്ലേ മിക്സ് ചെയ്ത്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. വെള്ളം ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള നല്ല ലൂസും ആവരുത്, അതുപോലെ നല്ല ടൈറ്റ് ആയിരിക്കരുത്. അത് അങ്ങനെയാണ് കേട്ടോ ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. അത് റവ ഇട്ടില്ലേ, ഇതിൽ മിക്സ് ചെയ്തില്ലേ, അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കരിഞ്ജീരകം നല്ലതാണ്, ഒരു മെഡിസിനാണ് കരിഞ്ജീരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് യൂസ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കടായില്ലേ, അത് സ്റ്റൗവിൽ വെക്കുക. ചൂടായതിന് ശേഷം അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി വന്നതിന് ശേഷം ഒരു സാസർ അതിൽ ഇട്ട് വെക്കാം. എന്നിട്ട് ആ സാസറിലാണ്, ഇത് ചൂടായതിന് ശേഷം അതിലാണ് മാവ് ഒഴിച്ച് കൊടുക്കാനുള്ളത് കേട്ടോ. എന്നാലും പൂരിൻ്റെ ആ പരുവത്തിലായി കിട്ടും, അല്ലെങ്കിൽ അപ്പൊക്കെ ചുട്ട പോലെ ആയിരിക്കും. ഡയറക്റ്റ് ഇതിലൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരു അപ്പത്തിൻ്റെ ഷേപ്പായിട്ടാണ് വരിക. ഇങ്ങനെ ആകുമ്പോൾ സാസറിലാകുമ്പോൾ ഒരു പൂരിൻ്റെ ഷേപ്പിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. കാണാൻ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൂരിൻ്റെ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.